നമുക്ക് ചുറ്റും ഒരുപാട് നിഗൂഢത നിറഞ്ഞ സംഭവങ്ങളും കഥകളും ഉണ്ട്. അതിലെന്താണ് പ്രേതഭവനങ്ങളെ കുറിച്ചുള്ള കഥകൾ. വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഇത്തരം കഥകൾ സിനിമകളിലും യഥാർത്ഥ ജീവിതത്തിലും നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഇത് അത്തരത്തിലുള്ള ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രേതഭവനത്തിന്റെ കഥയാണ്. ഈ കഥ കേൾക്കാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1991 19 വയസ്സുള്ള അലൻമാൻ തന്റെ മാതാപിതാക്കളോടൊപ്പം ഫ്ലോറിഡയിലെ ലേക്ക് വെയിൽസിലെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ജോലി കഴിഞ്ഞ് വന്നാൽ അവൻ പലപ്പോഴും വീട്ടിൽ തനിച്ചായിരുന്നു. ഒരു ദിവസം അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞ് 3 മണിയായി കാണും. ഒന്ന് ഉറങ്ങാമെന്ന് കരുതി അവൻ കട്ടിലിൽ കിടന്നു. നല്ല ക്ഷീണമുള്ളതിനാൽ അവൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അലനെ തന്നെ ആരോ വിളിക്കുന്നതായി കേട്ടു. അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. പക്ഷെ അലനെ കണ്ണട ഉപയോഗിക്കാതെ വ്യക്തമായി കാണാൻ കഴിയില്ലായിരുന്നു. അവൻ കണ്ണട എടുക്കാനായി തിരിഞ്ഞപ്പോൾ ആ സ്ത്രീ ശബ്ദം വീണ്ടും പറഞ്ഞു, അലൻ, എഴുന്നേൽക്കൂ. അവൻ കണ്ണട വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ രൂപം അവന്റെ മുറിയുടെ വാതിലിൽ നിന്ന് തിരിഞ്ഞു മുറി വിട്ട് ഇടനാടിയിലൂടെ നടന്നു പോകുന്ന കണ്ടു. അവൻ അതിന്റെ പിറകെ നടന്നു. 5 പടികൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആ രൂപ അപ്രത്യക്ഷമായി. അവർക്ക് ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല എന്നവൻ ചിന്തിച്ചു. കാരണം ആ വീട് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അവൻ അവിടെയെല്ലാം അവരെ തിരഞ്ഞു. പക്ഷെ അവിടെയൊന്നും ആരെയും കണ്ടില്ല. അലൻ ഈ കാര്യം തന്റെ അമ്മ സാന്ദ്രയോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത് അതൊരു പ്രേതരൂപമാണെന്നാണ്. എന്നാൽ അവന്റെ അമ്മ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ അലൻ 16 വയസ്സുള്ള ലിൻഡയെ വിവാഹം ചെയ്തു. ഒരു ദിവസം ലിൻഡയും സാൻഡ്രയും ഒരുമിച്ചിരുന്ന് TV കാണുകയായിരുന്നു. സാൻഡ്രയുടെ അരികിൽ അവളുടെ വളർത്തു നായ പ്രിൻസും ഉണ്ടായിരുന്നു. നായ നല്ല ഉറക്കമായത്. സാൻഡ്ര യാദൃശികമായി സോഫയുടെ കോണിലേക്ക് നോക്കുമ്പോൾ പുക പോലെ ഒരു രൂപത്തെ കാണാനിടയായി. അപ്പോഴേക്കും നായ എഴുന്നേൽക്കുകയും വല്ലാതെ മുരളുകയും ചെയ്തു. നായ കണ്ട ഉടൻ പെട്ടെന്ന് ആ രൂപം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ലിൻഡ ആ രൂപത്തെ കണ്ടില്ലെങ്കിലും വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് അവളും വിശ്വസിച്ചിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ലിൻഡ ഓജോ ബോർഡ് കൈവശമുള്ള ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടി. അങ്ങനെ അവർ ഓജോ ബോർഡ് ഉപയോഗിച്ച് അവിടെയുള്ള പ്രേതം ആരുടേതാണെന്ന് അറിയാൻ ശ്രമം നടത്തി. ആരാണ് എന്ന ചോദ്യത്തിന് ബോർഡിൽ കാണിച്ചത് ക്രാമർ എന്നൊരു പേരാണ്. അതിനർത്ഥം അവിടെ കാണുന്നത് ക്രാമർ എന്ന ആരുടെ പ്രേതമാണെന്ന് അലനും ലിൻഡയ്ക്കും മനസ്സിലായി. എന്നാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ അലന്റെ പിതാവ് ഡേവിഡ് മാൻ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ലിൻഡ ഒരു പ്രകോപനമില്ലാതെ അലനോട് ദേഷ്യപ്പെട്ടു. അവൾ വിചിത്രമായ രീതിയിൽ അവനെ നോക്കുകയും പ്രത്യേക രീതിയിൽ ചിരിക്കുകയും ചെയ്തു. ആ ചിരിയും നോട്ടവും ഒന്നും ലിൻഡയുടേതായിരുന്നില്ല. അവൾ മറ്റാരെയോ പോലെയാണെന്ന് അലന് തോന്നി. അവൻ അവളെ ശാന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അവനെ ശക്തമായി പിടിച്ചു നിർത്തി. ആ സമയത്ത് അവൾക്ക് വല്ലാത്തൊരു ശക്തിയായിരുന്നു. അവൻ തന്റെ സർവ്വശക്തിയും എടുത്ത് ലിൻഡയെ തള്ളി മാറ്റി. അവൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. കുറെ കഴിഞ്ഞ് അവൾ ശാന്തമായി. എന്നാൽ മുൻപ് നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. അവൾ പറഞ്ഞത് അതൊരിക്കലും ഞാനല്ല, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അലൻ അവളെ സമാധാനിപ്പിക്കുക. ഇതെല്ലാം അറിഞ്ഞ ഡേവിഡ് എന്താണ് ആ വീട്ടിൽ നടക്കുന്നതെന്ന് തന്നോട് വ്യക്തമായി പറയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് അയാൾ ചിന്തിച്ചു. അദ്ദേഹം ഇതിനെക്കുറിച്ച് തന്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ആത്മീയവാദിയായ ആ സുഹൃത്ത് വീടിന് ചുറ്റും ഉപ്പ് വിതറാനും കിടക്കകൾക്കിടയിൽ ഉപ്പ് ബാഗ് വെക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഇതെല്ലാം ആ വീട്ടിലെ പ്രേതത്തെ കൂടുതൽ ശക്തിയാക്കുകയും അതിന്റെ പ്രസൻസ് ആ വീട് ഇരട്ടിയാവുകയും ചെയ്തു. കൂടാതെ വീട്ടിലിടയ്ക്കൊക്കെ അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ആ വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല വീട്ടിലെല്ലാവർക്കും ഒരുപോലെ തലവേദന അനുഭവപ്പെടാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ മുറികളിൽ മാരകമായ തണുപ്പ് ഉണ്ടായിരുന്നു. പുറത്ത് ചൂടുണ്ടെങ്കിലും വീട്ടിനുള്ളിലെ ഈ തണുപ്പിന്റെ കാരണം അവർക്ക് കണ്ടെത്താനായില്ല. ഒരിക്കൽ അടുക്കളയിൽ ജോലി ചെയ്ത സാന്ദ്രയുടെ കാതിനടുത്തായി ഒരുപാട് പേർ പിറുപിറുക്കുന്ന ഒരു ശബ്ദം കേട്ടു. അതിൽ ഉച്ചത്തിൽ കേട്ടത് ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. പക്ഷേ എന്താണ് അവർ പറയുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. ഡേവിന്റെയും സാൻഡ്രയുടെ അഭിപ്രായത്തിൽ പ്രേതം അവരെ വെറുതെ വിടാൻ തയ്യാറല്ലെന്നായിരുന്നു. ഒരിക്കൽ ലിൻഡ ഹാളിന്റെ നടുവിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഗന്ധം അനുഭവപ്പെട്ട് അതിനുശേഷം ആരോ ചെവിക്കെടുത്തായിരുന്നു പറയുന്നത് പോലെ, ഞാൻ ഇസബല്ലയാണ്. ഇത് കേട്ട് പരിഭ്രാന്തയായ ലിൻഡ അവിടെ നിന്ന് സ്ഥലം മാറാൻ സമയമായെന്ന് അലനോട് പറഞ്ഞു. താമസിയാതെ മയൻസ് കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാനിടയായ ഫ്ലോറിഡയിലെ സിൽവർ സ്പ്രിംഗിലുള്ള ദ സെന്റർ ഫോർ പാരനോർമൽ സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിന്റെ അന്വേഷകർ ഒരു ട്രക്ക് നിറയെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡിവൈസുകളുമായി മാൻ കുടുംബത്തിന്റെ വീട്ടിലെത്തി. മാൻസ് കുടുംബത്തെക്കുറിച്ച് പഠിക്കാൻ അയച്ച പാരനോർമൽ സൈക്കോളജിസ്റ്റായ ആൻഡ്രൂ നിക്കോൾസ് പറഞ്ഞത് ആ ആത്മാവിന് അവരുടെ പ്രസൻസ് ഇഷ്ടമായില്ലെന്നും അവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന ചിന്തയും ഉണ്ടായിരുന്നതായി അയാൾ പറഞ്ഞു.
ആ വീട്ടിൽ മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഒരുപോലെ തന്നെ സഹിക്കാനാവാത്ത തലവേദന അനുഭവപ്പെടാൻ തുടങ്ങി. ആന്റോ നിക്കോൾസിന്റെ അഭിപ്രായത്തിൽ അമാനുഷിക പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ ഡിക്റ്റേറ്റ് ചെയ്തത് ലിൻഡയുടെയും അലന്റെയും മുറിയിലായിരുന്നു. അതിനാൽ ആ മുറിയിലെ കുറച്ച് ഫോട്ടോകൾ എടുക്കണമെന്ന ആശയം ആൻഡ്രൂവിനുണ്ടായി. തുടർന്ന് അയാൾ 2 പോളറോയിഡ് ഷോട്ടുകൾ എടുത്തു. എന്നാൽ ഫോട്ടോ കണ്ടപ്പോൾ അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം എടുത്ത ഫോട്ടോയിൽ ചിത്രത്തിന്റെ മുൻവശത്തായി ഒരു അവ്യക്തമായ മനുഷ്യരൂപം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഫിലിമിന്റെയോ ക്യാമറയുടെ എന്തെങ്കിലും തകരാറ് കൊണ്ടോ മറ്റോ ആയിരിക്കുമെന്ന് അയാൾ കരുതി. എന്നാൽ ഫോട്ടോ 1993 മാർച്ചിൽ പോളറോയിഡ് ഹെഡ് ഓഫീസിൽ പരിശോധിച്ചപ്പോൾ ആ രൂപം ഫിലിമിലോ ക്യാമറയിലോ ഉള്ള ഒരു തകരാറിന്റെ ഫലമല്ലെന്ന് കണ്ടെത്തി. എന്നാൽ 2 മാസത്തിനു ശേഷം വീട്ടിൽ പ്രേതബാധ നിലച്ചതായി തോന്നി. എന്നാൽ ഡേവിഡും കുടുംബം അവിടെ നിന്ന് താമസം മാറാൻ തീരുമാനിച്ചു. തുടരെ ഇതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അന്വേഷണത്തിന്റെ ഫലമായി മാൻസ് വീടിന്റെ അയൽപ്പക്കത്തോ ചുറ്റുപാടിലോ ഇസബെല്ല ക്രാമർ എന്നൊരാളിനെ കുറിച്ച് യാതൊരു രേഖകളുമില്ലായിരുന്നു. ഇന്നുവരെ എന്തിനാണ് മാൻ കുടുംബത്തെ അവർ ശല്യപ്പെടുത്തത്, ആരാണവർ എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ഉത്തരവും കണ്ടെത്താനായില്ല. എന്നിരുന്നാലും ഈ പ്രദേശം ഒരു കാലത്ത് തൊഴിലാളികളുടെ സെമിത്തേരി ആയിരുന്നുവെന്ന് കണ്ടെത്തി. എന്നാൽ അവിടെ വീടുകൾ നിർമ്മിക്കുന്നതിന് മുൻപ് മൃതദേഹ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. എന്നാൽ മാൻസ് കുടുംബത്തിന് ശേഷം അവിടെ താമസിക്കാൻ വന്ന പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നു. ആരാണ് ഇസബെല്ല ക്രാമർ, എന്തിനാണ് അവർ ഈ വീട്ടിൽ ചുറ്റിത്തിരിയുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാക്കി ഇന്നും ആ വീട് അവിടെ പ്രേതാത്മാവിന്റെ ഭീതികൾ നിലനിൽക്കുന്നു.